പ്രഭാത പ്രാർത്ഥന. എസെക്കിയേൽ 2-ാം അധ്യായം 2-ാം വാക്യം. അവർ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മാനവകുലത്തെ മുഴുവനും രക്ഷിക്കുവാനായി തൻ്റെ ഏകസുതനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ തിരുരക്തത്താലും ജീവൻ നൽകിയും ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് നിരന്തരം സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കർത്താവേ, അങ്ങ് എന്നോട് പറയുന്നത് കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അങ്ങേ വാക്കുകളാകുന്ന ദൈവവചന ഗ്രന്ഥത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്നത് ഗ്രഹിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ പാലിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങേ ദൈവവചന ശക്തിയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശക്തി പ്രാപിച്ച് അങ്ങേ കൃപാമാരിയാൽ ഞങ്ങൾ നിറയും. അങ്ങനെ സദാ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങേ കരുണ പ്രാപിക്കുവാൻ തൃഷ്ണമതിയായിരിക്കും. സാത്താൻ്റെ ചെയ്തികളെ വിജയിച്ച് മുന്നേറുന്നതിന് അത് ഞങ്ങൾക്ക് ഇടയാകുമാറാകട്ടെ. ആമേൻ. കർത്താവേ, അങ്ങേ തിരുരക്തത്താൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കളെയും സംരക്ഷിക്കണമേ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഈശോ നിന്റെ കൂടെയുണ്ടെങ്കിൽ യാതൊരു ശത്രുവും നിന്നെ ദ്രോഹിക്കുകയില്ല. ഈശോയെ കണ്ടെത്തുന്നവൻ ഒരു മഹാനിക്ഷേപം കണ്ടെത്തുന്നു. അതിൽ സകല നന്മകളിലും ഉപരിയായി നന്മ കണ്ടെത്തുന്നു.